ഹലോ ഗൈസ്, ഇന്ന് പറയാൻ പോകുന്ന ടെർമക്സ് ആണ്. അപ്പോൾ ടെർമക്സ് ആരാ കണ്ടുപിടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രെഡറിക് ഫോൺമാൻ എന്നൊരു പുള്ളിക്കാരനാണ് ഈ ടെർമക്സ് കണ്ടുപിടിച്ചത്. ടെർമക്സ് 2015 ഇറങ്ങുന്നത്. സാധാരണ ഇപ്പോൾ ഇതൊക്കെ ഉപയോഗിക്കുന്നവർ ഈ ലിനക്സ് ബേസ് ആയിട്ടുള്ള സാധനമാണ്. കാളി ലിനക്സും ബാരറ്റോസ് ഒക്കെ പോലത്തെ ഒരു ലിനക്സ് ബേസ് ആയിട്ടുള്ള ഉബുണ്ടു ഒക്കെ പോലത്തെ ഒരു ലിനക്സ് ബേസ് സാധനമാണ് ടെർമക്സ് പല രീതിയിലുള്ള കോഡ് ചെയ്യാനും പറ്റും. അതോടൊപ്പം തന്നെ ഫയൽസും കാര്യമൊക്കെ മാനേജ് ചെയ്യാനും CH കമാൻഡൊക്കെ ചെയ്ത് സെർവറൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ടെർമക്സിനകത്ത് 2 കമാൻഡ്സ് പൊതുവെ ഉപയോഗിക്കുന്ന കമാൻഡ്സ് APT അപ്ഡേറ്റ്, APT അപ്ഗ്രേഡ് എന്നും പറഞ്ഞ 2 എന്ന് വെച്ചാൽ APT അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ കമൻറ്റും കാര്യമൊക്കെ അപ്ഡേറ്റ് ചെയ്യാനും, അപ്ഗ്രേഡ് എന്ന് പറയുമ്പോൾ കമൻറ്റ്സ് ഒന്നും കൂടെ അപ്ഗ്രേഡ് ചെയ്ത് കിട്ടാനും വേണ്ടി ഉപയോഗിക്കുന്ന 2 കമാൻഡ്സാണ് APT അപ്ഡേറ്റും APT അപ്ഗ്രേഡും. അപ്പം ഈ ടെർമക്സ് കണ്ടുപിടിച്ച ഫ്രെഡറിക് ഫോൺമാൻ എന്ന് പറയുന്ന പുള്ളിക്കാരാണ്. അപ്പം ഈ പ്ലേ സ്റ്റോർ വരുന്ന 2015. ഇത് പ്ലേ സ്റ്റോർ എന്നതിലെ എഫ്-റോയിഡ് എന്ന് പറയുന്നൊരു ആപ്ലിക്കേഷൻസൊക്കെ ഉള്ള ഒരു സംഭവമാണ്. എഫ്-റോയിഡ് എന്ന് പറയുന്നത്, അതിനകത്ത് നിങ്ങൾക്ക് ടെർമക്സ് ആക്സസ് ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ ഇത് 2015 പിന്നെ ഇത് ഓപ്പൺ സോഴ്സാണ്. പ്ലേ സ്റ്റോറിൽ മാത്രമുള്ള ഏത് സൈറ്റിലും കിട്ടും. പ്ലേ സ്റ്റോറിൽ എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. അപ്പം അത്യാവശ്യം നല്ലൊരു ആപ്പാണ് ഇത്. നിങ്ങൾക്ക് ചെയ്തുള്ള ഒരു ആപ്പാണ്. ഇതിനകത്ത് APT അപ്ഡേറ്റും APT അപ്ഗ്രേഡ് എന്നൊക്കെ പറഞ്ഞ് കുറച്ച് സംഭവമൊക്കെ ചെയ്താൽ നിങ്ങൾക്കത് ഉപയോഗിക്കാമെന്നുള്ളൂ. ഇതിനകത്ത് നിങ്ങൾക്ക് ഏത് പ്രോഗ്രാമിംഗ് വേണമെങ്കിലും ചെയ്ത് പഠിക്കാം. മെയിൻ ഓട്ടോമേറ്റ് ചെയ്യാനുള്ള ഈ സ്ക്രിപ്റ്റും കാര്യമൊക്കെ ഓട്ടോമേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ സംഭവമാണ്. ഇത് ലിനക്സ് ബേസ് ആയതുകൊണ്ട് തന്നെ കുറച്ച് പാടാണ്, പക്ഷെ പഠിച്ചെടുക്കാൻ സിമ്പിളാണ്. ഇപ്പം ഞാൻ പോപ്പുലറായിട്ടുള്ള ഈ ഹാക്കേഴ്സ് എന്നൊക്കെ പറയുമ്പോൾ ഈ ടെർമക്സ് ഒക്കെ കാണിച്ചാണ് ഇപ്പം ഉള്ളത്. പക്ഷേ ശരിക്കും ടെർമക്സ് പല രീതിയിലുള്ള ഉപയോഗങ്ങളാണ്. സെർവർ ഇതാക്കാനും, അതോടൊപ്പം തന്നെ ഇത് സെർവർ ഇതാക്കാനും, പിന്നെ എന്താ പറയുക, പ്രോഗ്രാമിംഗ് പഠിക്കാനും, പിന്നെ സാധാ യൂസിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഈ ടെർമക്സ്. ഇത് ലോകമെമ്പാടും ഉപയോഗിക്കുന്നതാണ്. പിന്നെ ഇത് ലോകമെമ്പാടും ഉപയോഗിച്ച ശേഷം പിന്നെ ഇത് ഗിറ്റ് ഹബിലേക്ക് മാറുകയും ചെയ്ത സംഭവമാണിത്. ആൻഡ്രോയിഡ് ഫോണിലൊക്കെ ഒരു ചെറിയൊരു ലിനക്സ് സെറ്റപ്പൊക്കെ ചെയ്യാൻ പറ്റുന്ന സംഭവത്തിലും ടെർമസ് അവരുടെ കുറേ ആപ്സ് ഉണ്ട്. പക്ഷെ ടെർമസ് നല്ലൊരു പോപ്പുലറാണ്. എന്ന് വെച്ചാൽ ബാക്കിയൊക്കെ ആപ്പ് ഇറങ്ങുന്നതിന് മുമ്പ് 2015 ഇറങ്ങിയ ഒരു സംഭവമാണ് ഈ ടെർമക്സ്. ഇപ്പം ടെർമക്സ് എത്രയാണ് എനിക്ക് പറയുന്നത്. ടെർമക്സ് ബേസിക്കലി ഒരു ലിനക്സ് ബേസ് ആയിട്ടുള്ള സാധനമാണ്. എന്ന് വെച്ചാൽ നമ്മളിപ്പം ലിനക്സ് ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാം. അതുപോലെ തന്നെ ഫോണിലൊക്കെ മാനേജ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ടെർമിനലാണ് ടെർമസ്. ഇതിനകത്ത് നിങ്ങൾക്ക് പ്രോഗ്രാം ചെയ്യാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ബേസിക്കലി സൈബർ സെക്യൂരിറ്റി ഉള്ളവർക്കും ഈ ആപ്പാണ് സൈബർ സെക്യൂരിറ്റി ഒക്കെ പഠിക്കുന്നവർക്കൊക്കെ ഈ ആപ്പൊക്കെ പോപ്പുലറായിരിക്കും. ടെർമക്സ് ഉപയോഗിച്ച് നിങ്ങൾക്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യാൻ വേണ്ടി പറ്റത്തില്ല. അതിലേക്കാണ് വെച്ചാൽ ഗിറ്റ് ഹബൊക്കെ ഇപ്പം കമാൻഡ്സും കാര്യമൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. ചില കമാൻഡ്സൊന്നും ചിലപ്പോൾ വരയ്ക്കണമെന്നില്ല. ഓക്കെ, ഇത് ഹാക്കിങ്ങിനല്ല, ബേസിക്കലി പ്രോഗ്രാമിങ്ങും കാര്യമൊക്കെ പഠിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ലിനക്സ് ബേസ് ആയിട്ടുള്ളൊരു ടെർമിനലാണിത്. ഓക്കെ, പിന്നെ കാണാം. പിന്നെ ഇതിൻ്റെ ലക്ഷ്യം കമാൻഡ്സും കാര്യമൊക്കെ ഒന്ന് സെറ്റപ്പ് ആക്കുക. ഓക്കെ, ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ പ്ലേ സ്റ്റോറിലുണ്ട്. പ്ലേ സ്റ്റോർ ടെർമക്സ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി. പുതിയ ആൾക്കാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ടെർമക്സ് എന്ന് ടൈപ്പ് ചെയ്താൽ മതി, സംഭവം കിട്ടും. ഓക്കെ, പിന്നെ കാണാം.